Hello students, now we are moving to the next session, that is Davisson Germer experiment, which is an electron diffraction experiment. The aim of that experiment is to prove or to confirm the existence of de Broglie waves. We know that de Broglie waves are existing for each and every matter in this universe, and we have derived expressions for the velocities or how the wavelength of such a wave is, and what are the different types of velocities existing for a de Broglie wave, and what are the expressions for those wave. Everything we have seen, but till now it is not practically proved that there exist de Broglie waves. So such an experiment demonstrated in this section will let you know that de Broglie waves are existing, and we can directly move to this topic. So initially ഒരു പലതരത്തിലുള്ള ആറ്റം മോഡൽസ് ഒരു ആറ്റത്തിന് വന്നിട്ടുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള ആറ്റം മോഡൽ പല സയൻറ്റിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ കുഡ് ഓൺലി എക്സ്പ്ലെയിൻ ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് ബട്ട് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു ദെയർ വേവ് നേച്ചർ. ഓക്കെ, സോ അവർ പാർട്ടിക്കിൾ നേച്ചർ മാത്രമാണ് ഈ വക മോഡലുകളെ കൊണ്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേ കുഡിൻ്റ് എക്സ്പ്ലെയിൻ ദ വേവ് നേച്ചർ ഓഫ് മാറ്റർ. അതിനുശേഷം 1927 CJ Davisson and LH Germer എന്നീ രണ്ട് സയൻറ്റിസ്റ്റ് ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് എക്സ്പ്ലെയിൻ only could explain the wave nature of electrons, and this proof was through the electron diffraction process. So electron diffraction is the basic principle of this Davisson Germer experiment. So this is the setup used for Davisson and Germer experiment, and you can see the basic thing here is a heated filament that is producing electrons. Then the whole setup is inside a vacuum chamber, and outside of this vacuum chamber there is a power supply. You can see this, and there is an accelerating anode. Then this accelerating anode is this one is the accelerating anode, and this accelerating anode collimates the electron beam towards the nickel target. So there is a nickel target. This is the nickel target, and this nickel target, from this nickel target there will be scattered electrons entering to a movable detector. You can see a movable detector here. The movable detector will detect the scattered electrons at any angle. An angle theta is marked here. So ഓരോ സമയത്തും ഓരോ ആംഗിളിലായിരിക്കും ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്, ഡിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ ആംഗിൾ അനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മൂവബിൾ ആയിട്ടുള്ള ഡിറ്റക്ടറാണ് നമ്മളിവിടെ ഈ ഒരു ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എവറിത്തിങ് ഈസ് ക്ലിയർ ഹിയർ. അപ്പോൾ നമ്മളൊരു ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നു. ആ ഡിറ്റക്ടറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ ആംഗിളിലും കിട്ടുന്ന ഇൻറ്റൻസിറ്റി എത്രയാണ്, കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓരോ ആംഗിളിലേക്ക് എത്രയാണ് സ്കാറ്റർ ചെയ്ത് പോയിട്ടുള്ളത് എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ ഒരു നമ്മൾ പോകുന്നത് വേവ് നേച്ചർ എന്താണ്, അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിവിടെ അറിയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ്, അതായത് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉണ്ട്, ഒരു പവർ സപ്ലൈ. ആ പവർ സപ്ലൈയിൽ നിന്നും ഒരു ഫിലമെൻറ്റിലേക്ക് പോകുന്നു. ആ ഫിലമെൻറ്റിൽ നിന്ന് ഹീറ്റ് ചെയ്തിട്ടുള്ള ഫിലമെൻ്റാണ് അത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഒരു ആക്സലറേറ്റിംഗ് ആനോഡിലൂടെ ഒരു നിക്കൽ ടാർജറ്റിലേക്ക് വന്ന് വീഴുന്നു. നിക്കൽ ഈസ് ദ ടാർജറ്റ് യൂസ്ഡ് ഹിയർ. ഇലക്ട്രോൺ ഈസ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ. സോ ആഫ്റ്റർ സ്കാറ്ററിംഗ് ദിസ് ഇലക്ട്രോൺസ് വിൽ മൂവ് ഇൻ എ പെർട്ടിക്കുലർ ആംഗിൾ തീറ്റ, ആൻഡ് ദിസ് വിൽ ബി ഡിറ്റക്റ്റഡ് യൂസിങ് എ മൂവബിൾ ഡിറ്റക്ടർ. And the output of the detector can be obtained from any personal computer or anything. You can analyze that output. Okay. Now, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇലക്ട്രോൺ ഗണ്ണുണ്ട്, ദെൻ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് അതിലുള്ളത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. While applying a suitable potential difference from a high voltage power supply, the electron gun emits electrons.
which were again accelerated to a particular velocity. Then in a cylinder perforated with fine holes along its axis, these emitted electrons were made to pass through, thus producing a fine collimated beam. അതിനെ collimate ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്ന, ആക്സലറേറ്റിംഗ് ആൻഡ് collimating സെക്ഷൻ യൂസ് ചെയ്യുന്നത്. Then the beam produced from the cylinder is made to fall on the surface of the nickel crystal. Due to this falling, the electrons scatter in various directions. Then the beam of electrons produced has a certain amount of intensity which is measured by the electron detector, and after it is connected to a sensitive galvanometer or to any another methods, you can find out the output. By moving the detector on the circular scale at different positions, by changing the theta, the angle between the incident and the scattered electrons, you can find out the intensity of the scattered electron beam. ഓക്കെ, അതാണ് ഇവിടെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റ് കിട്ടിയതിൽ നമുക്ക് എന്ത് ഒബ്സർവേഷൻസ് ഒക്കെയാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ് വി ക്യാൻ see that first point is we obtain the variation of intensity I of the scattered electrons by changing the angle of scattering. That was the first observation. ഓരോ ആംഗിൾ സ്കാറ്ററിങ് ആംഗിളിനനുസരിച്ച് ഔട്ട്പുട്ട് ഇൻറ്റൻസിറ്റി, വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ദെൻ രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചേഞ്ചിങ് ദ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, the accelerated voltage has varied from 44 volt to 68 volt. അതായത് നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ സപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അത് മാറുന്നതിനനുസരിച്ച് ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് മാറുന്നു. ഓക്കെ, സോ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ കൂട്ടി കൊടുക്കുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ആക്സിലറേറ്റഡ് വോൾട്ടേജ് 44 വോൾട്ട് മുതൽ 68 വോൾട്ട് വരെ മാറിയിട്ട് ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. With the intensity of the scattered electron for the accelerating voltage of 54 volt at a scattering angle theta equal to 50 degree, we could see a strong peak in the intensity. അതായത് നമ്മൾ ഇങ്ങനെ ഓരോ കേസിലും നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ ആംഗിളിലും, അതായത് ഇൻകമിങ് വേവും ഔട്ട് ഗോയിങ് വേവും തമ്മിലുള്ള ഓരോ ആംഗിളിലും നമ്മൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അതായത് ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ മാറ്റി വയ്ക്കുന്നു. ആദ്യം 40 വോൾട്ട് വയ്ക്കുന്നു, പിന്നെ 44 വോൾട്ട് വയ്ക്കുന്നു, 48 വോൾട്ട് വയ്ക്കുന്നു, 54 വോൾട്ട് വയ്ക്കുന്നു. അങ്ങനെ പല ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യലുകളിൽ നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് ദ ബീം, ആംഗിളിനെതിരായി ഇൻറ്റൻസിറ്റി ഓഫ് ദ ബീം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഫോർ ആൻ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് 54 വോൾട്ട് ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ കൊടുത്ത സമയത്ത് സ്കാറ്ററിംഗ് ആംഗിൾ 50യിലാണ് നമുക്ക് ഏറ്റവും വലിയ പീക്ക് ഈ എക്സ്പെരിമെൻറ്റിൽ ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ ഇൻഫർമേഷൻ. ദെൻ this peak was the result of constructive interference of the electrons scattered from different layers of the റെഗുലർലി സ്പേസ്ഡ് ആറ്റംസ് ഓഫ് ദ ക്രിസ്റ്റൽസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റൻസിറ്റി പീക്ക് ഇവിടെ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. അതായത് ദിസ് പീക്ക് ഈസ് എ റിസൾട്ട് ഓഫ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് ദി ഇലക്ട്രോൺസ് സ്കാറ്റേഡ് ഫ്രം ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് റെഗുലർലി സ്പേസ്ഡ് ആറ്റംസ് ഓഫ് ദ ക്രിസ്റ്റൽ. നിക്കൽ ക്രിസ്റ്റലാണ് നമ്മുടെ ടാർജറ്റ്. സോ നിക്കൽ ക്രിസ്റ്റലിൻ്റെ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള പല അറ്റോമിക് പ്ലെയിൻസ് ഉണ്ടാവും. ആ പ്ലെയിൻസിൽ ഓരോന്നിലും തട്ടി സ്കാറ്റർ ചെയ്ത് വരുന്ന ഇലക്ട്രോൺസ് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ ഒരു പീക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് അവിടെ ഇൻ്റർഫറൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വേവ് ബിഹേവിയർ. സോ ഇലക്ട്രോൺസിൻ്റെ കറസ്പോണ്ടിങ് വേവ്സ് ആണ് അവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്കവിടെ ഡി ബ്രോഗ്ലി വേവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സൈനാണ് ഇപ്പോൾ നമുക്കവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് പീക്ക് വാസ് റിസൾട്ട് ഓഫ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് ദി ഇലക്ട്രോൺസ് സ്കാറ്റേഡ് ഫ്രം ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദ റെഗുലർലി സ്പേസ്ഡ് ആറ്റംസ് ഓഫ് ദ ക്രിസ്റ്റൽ. ദെൻ വിത്ത് ഈ ഒരു ഇതിൻ്റെ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഇത്രയും കിട്ടിയ ഒബ്സർവേഷനിൽ നിന്ന് വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് 0.165 നാനോമീറ്റർ എന്നാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിനി നോക്കും. അപ്പോൾ കിട്ടിയിരിക്കുന്ന 0.165 നാനോമീറ്റർ എന്നായിരുന്നു. ഇതൊക്കെയാണ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്, ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഇത് ഒരൊറ്റ ഗ്രാഫിലായിട്ട് കാണിച്ചിരിക്കുന്നതാണ്.
ഇത് ഡിഫറെൻറ്റ് ഗ്രാഫുകളിലും ആദ്യം പല പല ഗ്രാഫുകൾ വരച്ചിട്ട് അതിനെ ചേർത്തൊരൊറ്റ ഗ്രാഫാക്കി കാണിച്ചിരിക്കുകയാണ് ഇവിടെ. ഡിഫറെൻറ്റ് ഗ്രാഫുകൾ നമുക്കിവിടെ കാണാം. അതായത് ദിസ് ഇസ് 40 വോൾട്ട്. അപ്പോൾ 40 വോൾട്ടിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദെൻ അവിടെ ഇൻസിഡൻറ്റ് ബീം, അതായത് ആംഗിളും ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്, ഇൻറ്റൻസിറ്റി. ദെൻ നെക്സ്റ്റ് ഈസ് 44 വോൾട്ട്, നെക്സ്റ്റ് ഈസ് 48 വോൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വോൾട്ടേജ് 54 വോൾട്ട്. അപ്പോൾ 54 വോൾട്ടിലാണ് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട്. 54 വോൾട്ടിൽ സ്കാറ്ററിങ് ആംഗിൾ 50 ആയിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു പീക്ക് കിട്ടിയത്. സോ ഈ ഒരു 54 വോൾട്ട് ആൻഡ് 50 ഡിഗ്രി സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയുന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 54 വോൾട്ട് 50 ഡിഗ്രി സ്കാറ്ററിങ് ആംഗിൾ. ഓക്കെ, ദെൻ അതിനുശേഷം 60 വോൾട്ട്, 64 വോൾട്ട്, 68 വോൾട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു ഈ ഒരു 54 ഇലക്ട്രോൺ വോൾട്ട് ഇലക്ട്രോൺസ് വന്ന്, അല്ലെങ്കിൽ 54 വോൾട്ടിൽ ആക്സലറേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് ഇൻസിഡൻറ്റ് റേയും സ്കാറ്റേർഡ് റേയും തമ്മിൽ 50 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ അവിടെ സ്കാറ്ററിങ് പീക്ക് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഗ്രാഫാണ് നമ്മളിതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പീക്ക് കിട്ടുന്നതിനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ദ സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഫ്രം പാരലലി അറേഞ്ച്ഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് പ്ലെയിൻസ്? ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നിക്കൽ ക്രിസ്റ്റലിലെ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും തട്ടി സ്കാറ്റർ ചെയ്ത് വരുന്ന ഇലക്ട്രോൺസ് ആണ് ഇൻ്റർഫിയർ ചെയ്തിട്ട് നമുക്ക് പീക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കിട്ടിയ എല്ലാ റിസൾട്ടിനെയും കൂടി ഒറ്റ ഗ്രാഫിൽ വരച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഗ്രാഫ്. അപ്പോൾ ഇതിൽ ആക്സലറേറ്റിംഗ് വോൾട്ടേജ് ഇൻറ്റൻസിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ പീക്ക് കിട്ടിയിരിക്കുന്നത് 54 വോൾട്ടിലാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 54 വോൾട്ടിനെ നമ്മളിനി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിനെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ in this case a beam of 54 electron volt electrons was directed perpendicularly at the nickel target, and a sharp maximum in the electron distribution occurred at an angle 50 degree with the original beam. ആ സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതേപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല ഇപ്പം ഈ പറഞ്ഞ 50 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രോൺ ഒറിജിനൽ ഡയറക്ഷൻ ആൻഡ് ദ സ്കാറ്റേർഡ് ഡയറക്ഷൻ. സ്കാറ്ററിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ സ്കാറ്ററിങ്ങും ഈ ബ്രാക്ക് പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളുകൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ 50 ഡിഗ്രി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മുടെ നിക്കൽ ടാർജറ്റിലേക്ക് വന്ന് വീണതിന് ശേഷം ഒറിജിനൽ ബീമുമായിട്ട് 50 ഡിഗ്രി മേക്ക് ചെയ്യുന്ന പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി കിട്ടിയത് എന്നുള്ളതാണ്. ആ സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 65 ഡിഗ്രിയാണ്. ആ സമയത്ത് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ്, അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദിസ് സ്കാറ്ററിങ് ആംഗിൾ. അപ്പോൾ നമ്മളൊരു ഇതിലേക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഒരു സർഫസിലേക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഒരു സർഫസിൽ ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്നു. ആ ലൈറ്റ് റേ അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ഉണ്ടായിരിക്കും, ദെൻ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. സോ പെർപെൻഡിക്കുലറായിട്ട് അത് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ആ ആംഗിൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ സമയത്ത് അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 65 ഡിഗ്രി ആയിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അത് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ സ്കാറ്ററിങ് ആംഗിൾ അതും 65 ഡിഗ്രി ആയിരുന്നു ഈ ഒരു കേസിൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്കാറ്ററിങ്ങിൻ്റെ ബ്രാഗ്സ് ഇക്വേഷനാണ്. ക്രിസ്റ്റൽസിലെ സ്കാറ്ററിങ്ങിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ ഇക്വേഷനാണ് n ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്നുള്ളത്. ഓക്കെ, സോ n ലാംഡ ഇസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ. അതിൽ d എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്പേസിംഗ് ആണ്, അത് 0.091 നാനോമീറ്റർ ആണ്. ദെൻ തീറ്റ ഇസ് 65 ഡിഗ്രി. ദെൻ n ഫസ്റ്റ് ഓർഡർ സ്കാറ്ററിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ n ഇസ് ഈക്വൽ ടു 1. So applying everything in this equation, you will get lambda is equal to 2d sin theta and it is equal to 0.165 nanometer.
ഓക്കെ, 0.165 നാനോമീറ്റർ. ഇതാണ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒബ്സർവേഷൻ. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഈ ഒരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു 0.165 നാനോമീറ്റർ എന്ന് പറയുന്നത് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, സോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അവിടെ ഈ ഒരു പീക്ക് കിട്ടാൻ കാരണമായത് എന്താണ്? ആ കാരണമായത് ഒരു 2 വേവ്സിന് ഇൻ്റർഫറൻസ് ആണെന്ന് പറഞ്ഞു. ആ വേവ്സിൻ്റെ വേവ് ലെങ്ത്താണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു h/p അല്ലെങ്കിൽ ഗാമ h/p എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ. ഇനി ഞാനൊരു പാർട്ടിക്കിൾ, അതായത് ഇവിടെ ഉപയോഗിച്ച പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോണിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഒന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 54 ഇലക്ട്രോൺ വോൾട്ടാണ്. ഈ 54 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റെസ്റ്റ് മാസ് എനർജി എന്താണ് ഇലക്ട്രോണിൻ്റെ? ഇറ്റ് ഈസ് mc² ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.511 MeV. നമുക്കറിയേണ്ട ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി 0.511 MeV. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി 54 ഇലക്ട്രോൺ വോൾട്ട്. സോ ദിസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ റെസ്റ്റ് മാസ് എനർജി. അതുകൊണ്ട് തന്നെ ഇവിടെ റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഗാമ എന്താക്കി എടുക്കുന്നു? ഈക്വൽ ടു 1. ദെൻ ഇനി നമ്മൾ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ടത് ലാംഡ ഇസ് ഈക്വൽ ടു h/p ആണ്. പി ദാറ്റ് ഈസ് മൊമെൻറ്റം. സോ മൊമെൻറ്റം എന്ന് പറയുന്നത് mv ആണ്. ആ mv കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളുടെ കൈനറ്റിക് എനർജി ഇക്വേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. യു നോ ദറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഫ്രം ദാറ്റ് ഇക്വേഷൻ mv ഇസ് √2mke കൈനറ്റിക് എനർജി. ആൻഡ് യു നോ ഓൾ ദിസ് കോൺസ്റ്റൻറ്റ്. കൈനറ്റിക് എനർജി എന്താണെന്നറിയാം, എം മാസാണ്, അതറിയാം. അതേപോലെ ബാക്കിയുള്ള കോൺസ്റ്റൻസ് എല്ലാം ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 × 10⁻²4 kg/s എന്നുള്ളതാണ് മൊമെൻറ്റമായിട്ട് കിട്ടുന്നത്. സോ നൗ അപ്ലൈ ഇൻ ദിസ് ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു h/mv. യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 0.166 നാനോമീറ്റർ. 0.166 നാനോമീറ്റർ. അപ്പോൾ നേരത്തെ കിട്ടിയത് എന്താണ്? ഇവിടെ ഇതിന് കാരണമായിട്ടുള്ളത് ആ വേവ് എന്ന് പറയുന്നത് 0.165 നാനോമീറ്റർ ഉള്ളൊരു വേവാണ് ആ പീക്ക് കിട്ടാനുള്ള കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു റിസൾട്ടാണ് 0.166 നാനോമീറ്റർ. വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, 0.001 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഈ ഒരു പീക്ക് കിട്ടാൻ കാരണമായത് ഇലക്ട്രോണിന് ഈക്വാലൻ്റ് ആയിട്ടുള്ള ഡി ബ്രോഗ്ലി വേവ് ആണ് എന്നുള്ളതാണ്. ഹെൻസ് the Davisson-Germer experiment directly verifies the de Broglie's hypothesis of wave nature of moving bodies. Okay, moving bodiesൻ്റെ wave nature, wave counterpart എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമുക്ക് ഡി ബ്രോഗ്ലീസ് എക്സ്പെരിമെൻറ്റിൽ നിന്നും കിട്ടിയത്. ഓക്കെ, ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ ഫോർ യു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇഫ് യു ഹാവ് എനി ക്വറീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ.